ലൈംഗിക പീഡന ആരോപണ കേസിൽ ജയിലിലായിരുന്ന ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം. ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങി. അധികം വൈകാതെ ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ശക്തമായ വാദമാണ് ഇന്ന് എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് നടന്നത്. കർശനമായ ജാമ്യ വ്യവസ്ഥകളോടെയാണ് ഒടുവിൽ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നൽകുന്നത്. ജാമ്യം സംബന്ധിച്ച വാദങ്ങളിലും ശക്തമായ ആരോപണം തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ കോടതി പോലും ഉയർത്തിയത്. ബോബി ചെമ്മണ്ണൂരിനെതിരെ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങൾ, എടുത്തിരിക്കുന്ന കേസ് നിലനിൽക്കുന്നതാണെന്ന് കോടതി വ്യക്തമാക്കി. പ്രഥമ ദൃഷ്ട്യാ തന്നെ ബോബി ചെമ്മണ്ണൂർ കുറ്റം ചെയ്തു എന്ന് തെളിയിക്കുന്നുണ്ട്. അതിന് ബലമേകുന്ന തെളിവുകളാണ് പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരിക്കുന്നത്. ഒരു വ്യക്തിയെയും ബോഡി ഷെയ്മിങ് ചെയ്യാൻ പാടില്ല. ബോഡി ഷെയ്മിങ് ഒരിക്കലും സമൂഹത്തിന് ചേരുന്ന ഒരു പ്രവൃത്തിയല്ല. പലരും പല ശരീരപ്രകൃതമുള്ളവരായിരിക്കാം. ആ ശരീരപ്രകൃതത്തിൻ്റെ പേരിൽ, തടിച്ചിരിക്കുന്നതിൻ്റെ പേരിൽ, മെലിഞ്ഞിരിക്കുന്നതിൻ്റെ പേരിലൊക്കെ തന്നെ ഓരോ ആളുകളെയും ബോഡി ഷെയ്മിങ് നടത്താൻ തുടങ്ങിയാൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശമാകും നൽകുകയെന്നും കോടതി വ്യക്തമാക്കി. ബോബി ചെമ്മണ്ണൂർ ഇതിനു മുൻപും ഇത്തരം പ്രവർത്തികൾ ചെയ്തിട്ടുള്ള ആളാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ താക്കീതാണ് ഇക്കാര്യത്തിൽ ബോബി ചെമ്മണ്ണൂരിന് നൽകുന്നത്. ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപങ്ങളോ ആവർത്തിക്കില്ല എന്ന് ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമായി തന്നെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ജാമ്യം നൽകുന്നതെന്ന് കോടതി വ്യക്തമാക്കി. ഈ ജാമ്യ ഹർജിയിൽ വാദം തുടരുമ്പോൾ തന്നെ തുടക്കം മുതൽ ജാമ്യത്തെ എതിർക്കുകയായിരുന്നു പ്രോസിക്യൂഷൻ ചെയ്തത്. ബോബി ചെമ്മണ്ണൂർ ഇതാദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങളും സ്ത്രീകളെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പദങ്ങൾ പ്രയോഗിക്കുന്നതുമെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. പ്രതിക്ക് ജാമ്യം നൽകുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും. അതുകൊണ്ട് തന്നെ പ്രതിക്ക് ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുതെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. എന്നാൽ പ്രതി ഗുരുതരമായ കുറ്റകൃത്യമാണ് ചെയ്തതെങ്കിൽ പോലും അതിന് 6 ദിവസത്തെ ജയിൽ ശിക്ഷ അനുഭവിച്ചുവെന്നായിരുന്നു പ്രതിഭാഗം അഭിഭാഷകന്റെ വാദം. അതുമാത്രവുമല്ല, ഒരു ഘട്ടത്തിൽ പ്രതിക്കെതിരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന, ചാർത്തിയിരിക്കുന്ന കുറ്റങ്ങളെല്ലാം തന്നെ തെറ്റാണെന്നും അത്തരം ഒരു കുറ്റവും പ്രതി ചെയ്തിട്ടില്ലെന്നും പ്രതിഭാഗം അഭിഭാഷകൻ വാദിച്ചു. എന്നാൽ ഇതിനെ കോടതി ശക്തമായി എതിർത്തു. പ്രതി കുറ്റം ചെയ്തു എന്നുള്ളത് നിശേഷം തെളിയുന്നതാണ്. പ്രതി ഇത്തരത്തിലുള്ള കുറ്റം ഇതിനു മുൻപും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമൂഹത്തിനൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന, സമൂഹത്തിനൊരിക്കലും പൊറുക്കാൻ കഴിയുന്ന തെറ്റല്ല പ്രതി ചെയ്തത്. അതുകൊണ്ട് ഇനി മേലാൽ പ്രതി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തില്ല എന്ന ഉറപ്പ് കോടതിക്ക് നൽകണം. അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്ന സമയത്ത് പ്രതി ഹാജരാകണം. 50,000 രൂപ കെട്ടിവെച്ചും 2 ഉദ്യോഗസ്ഥ ജാമ്യത്തിന്മേലുമാണ് ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ജാമ്യാപേക്ഷ പരിഗണിച്ച ഉടൻ തന്നെ പ്രതിഭാഗം അഭിഭാഷകർ ജാമ്യം അനുവദിക്കണമെന്ന് കോടതിയോട് ആവശ്യപ്പെട്ടു. ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങളൊന്നും തന്നെ ബോബി ചെമ്മണ്ണൂർ ചെയ്തിട്ടില്ലെന്നായിരുന്നു പ്രതിഭാഗം അഭിഭാഷകരുടെ പ്രധാനപ്പെട്ട വാദം. കയ്യിൽ പിടിച്ചു എന്നതും ലൈംഗിക അധിക്ഷേപം നടത്തിയെന്നതും തെറ്റാണ്. ഇപ്പോൾ തന്നെ 6 ദിവസത്തെ ജയിൽവാസം കഴിഞ്ഞിരിക്കുന്നു. പരമാവധി 3 വർഷം കഠിന തടവ് കിട്ടാവുന്ന കുറ്റങ്ങളാണ് അല്ലെങ്കിൽ വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചേർത്തിട്ടുള്ളത്. ഇതിന് 1 ദിവസത്തെ റിമാൻഡിൻ്റെ ആവശ്യം പോലുമില്ലെന്നും പ്രതിഭാഗം വാദിച്ചു. അതേസമയം കേസിൻ്റെ മെറിറ്റിലേക്ക് കടക്കാൻ താല്പര്യമില്ലെന്നും അത് പിന്നീട് വിചാരണ വേളയിൽ പറഞ്ഞാൽ മതിയെന്നും കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ജാമ്യാപേക്ഷയിൽ തന്നെ നടിയെ വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ കടന്നുകൂടിയതിലുള്ള അതൃപ്തിയും കോടതി രേഖപ്പെടുത്തി. അത്ര പ്രധാനപ്പെട്ട നടിയല്ല ഹണി റോസ് എന്നൊക്കെ എഴുതി ചേർത്തത് തെറ്റാണെന്ന് കോടതി പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വ്യക്തിഹത്യ ഒരിക്കലും അനുവദിക്കാനാകില്ലെന്നുമായിരുന്നു കോടതിയുടെ പ്രധാനപ്പെട്ട നിരീക്ഷണം. ബോബി ചെമ്മണ്ണൂരിൻ്റെ ജുവലറിയുടെ ഉദ്ഘാടന ദിവസത്തെ ചില ദൃശ്യങ്ങളും ചിത്രങ്ങളും ഒക്കെ തന്നെ പ്രതിഭാഗവും പ്രോസിക്യൂഷനും കോടതിയിൽ ഹാജരാക്കിയിരുന്നു. എന്തിനാണ് ഈ ദൃശ്യങ്ങൾ പരിശോധിച്ച കോടതി എന്തിനാണ് ഇയാൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് ചോദിച്ചു. അതേസമയം സംഭവം നടന്ന സമയത്ത് നടി പരാതികളൊന്നും ഉന്നയിച്ചില്ലെന്നായിരുന്നു പ്രതിഭാഗത്തിൻ്റെ പ്രധാന വാദം. എന്നാൽ നടിയുടെ മാന്യത കൊണ്ടാണ് ആ സമയത്ത് അത്തരത്തിൽ പരാതികൾ ഉന്നയിക്കാത്തതെന്ന മറുപടിയും കോടതി നൽകി. ഇത്തരം പരാമർശങ്ങൾ നടത്തിയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം ജനവും പൊതുസമൂഹവും മനസ്സിലാക്കണമെന്നും കോടതി നിരീക്ഷിച്ചു. പ്രതി സ്ഥിരമായി ഇത്തരം വാക്കുകൾ പ്രയോഗിക്കുന്ന ആൾ തന്നെയാണ്. ഈ സംഭവം സമൂഹത്തിന് ഒരു വ്യക്തമായ സന്ദേശമാകണമെന്നും പ്രതിക്ക് ജാമ്യം നൽകരുതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. എന്നാൽ പ്രതി റിമാൻഡിലായതോടെ തന്നെ
പൊതുസമൂഹത്തിന് സന്ദേശം ലഭിച്ചു കഴിഞ്ഞെന്നായിരുന്നു കോടതിയുടെ മറുപടി. വളരെ കൃത്യമാണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ. ജാമ്യം അനുവദിച്ചുവെങ്കിലും ബോബി ചെമ്മണ്ണൂർ ചെയ്തത് തെറ്റ് തന്നെയാണ്, ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസ് എടുത്ത കേസ് നിലനിൽക്കുന്നത് തന്നെയാണ് എന്ന നിരീക്ഷണമാണ് കോടതി നടത്തിയത്. ഇത് ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. 6 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് വിവാദ വ്യവസായിയും സ്വർണ്ണ ബിസിനസ്സുകാരനുമായ ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ ജയിൽ മോചിതനാകുന്നത്. ജയിലിന് മുന്നിൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ ആരാധകരെന്ന് പറഞ്ഞുള്ള ഒരു കൂട്ടം മുദ്രാവാക്യം വിളികളുമായി തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. എന്തായാലും നടി ഹണി റോസ് നൽകിയ പരാതിയിലാണ് കഴിഞ്ഞ ബുധനാഴ്ച ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. വയനാട്ടിലെ റിസോർട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുക്കുന്നത്. വയനാട്ടിലെ റിസോർട്ടിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു ബോബി ചെമ്മണ്ണൂർ. മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയെങ്കിലും അത് ലഭിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞ ഘട്ടത്തിലാണ് ബാംഗ്ലൂരിലേക്ക് കടക്കാനുള്ള ബോബി ചെമ്മണ്ണൂരിൻ്റെ ശ്രമമുണ്ടായത്. എന്നാൽ പോലീസ് കാര്യക്ഷമമായി ഇടപെട്ടതോടെ, വളരെ ഗൗരവത്തോടുകൂടി വിഷയത്തിൽ ഇടപെട്ടതോടെ തന്നെ ബോബി ചെമ്മണ്ണൂർ പിടിയിലാവുകയായിരുന്നു. പിന്നാലെ 14 ദിവസത്തേക്ക് കോടതി ബോബി ചെമ്മണ്ണൂർ റിമാൻഡ് ചെയ്തു. 6 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ ജയിൽ മോചിതനാകുന്നത്. കയ്യിൽ പണമുണ്ടെന്ന് കരുതി ആർക്കെതിരെയും എന്തും വിളിച്ചു പറയാമെന്ന ചിലരുടെ ഹുങ്കിനെതിരെയും അഹന്തയ്ക്കെതിരെയുമുള്ള തിരിച്ചടിയായിരുന്നു ബോബി ചെമ്മണ്ണൂരിൻ്റെ അറസ്റ്റ്. പണമുണ്ടെന്ന് കരുതി എന്തും വിളിച്ചു പറഞ്ഞ് അധികാരത്തിൻ്റെ ഭദ്രതയിൽ കഴിഞ്ഞുകൂടാമെന്ന് കരുതിയ ബോബി ചെമ്മണ്ണൂരിനെതിരെ കേരള പോലീസ് എടുത്തത് ഏറ്റവും ശക്തമായ നടപടികളായിരുന്നു. കേരളത്തിലെ പോലീസിൻ്റെ ഏറ്റവും ചടുലമായ നടപടിയുടെ ദൃഷ്ടാന്തമായിരുന്നു ബോബി ചെമ്മണ്ണൂരിൻ്റെ അറസ്റ്റ്. സംഭവം വിവാദമായതിന് പിന്നാലെ നടി ഹണി റോസ് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ പരാതി നൽകിയതിന് പിന്നാലെ തന്നെ ബോബി ചെമ്മണ്ണൂർ എവിടെയുണ്ട് എന്നത് കൃത്യമായി മനസ്സിലാക്കിയിരുന്നു കേരള പോലീസ്. പിന്നാലെ രാത്രിയോടുകൂടി തന്നെ കോഴിക്കോട്ടേക്കും വയനാട്ടിലേക്കും കേരള പോലീസിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം പാഞ്ഞെത്തുകയായിരുന്നു. ഒടുവിൽ വയനാട്ടിലെ 1000 ഏക്കറിലെ തൻ്റെ റിസോർട്ടിൽ നിന്ന് പുലർച്ചെ തന്നെ ബാംഗ്ലൂരിലേക്ക് കടക്കാനുള്ള ബോബി ചെമ്മണ്ണൂരിൻ്റെ ശ്രമം പോലീസ് പൊളിച്ചു. വഴിയിൽ തേയിലക്കാടുകൾക്കിടയിലിട്ട് പോലീസ് വാഹനം കുറുകെയിട്ട് ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തു, കസ്റ്റഡിയിലെടുത്തു. പിന്നാലെ തൻ്റെ ആഡംബര വാഹനത്തിൽ വരാമെന്ന വാക്കായിരുന്നു ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത്. എന്നാൽ ഒരു സാധാരണ പീഡനക്കേസ് പ്രതിക്ക് നൽകുന്ന പരിഗണന മാത്രം നൽകിയാൽ മതിയെന്ന ഉത്തരവ് മുകൾ തട്ടിൽ നിന്നും പോലീസിന് ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബോബി ചെമ്മണ്ണൂരിനെ ആദ്യം പോലീസിൻ്റെ സ്വകാര്യ വാഹനത്തിലും പിന്നാലെ ക്യാമ്പിലെത്തിച്ച ശേഷം സാധാരണ ജീപ്പിലുമാണ് എറണാകുളത്തേക്ക് എത്തിച്ചത്. അങ്ങനെ ഒരു ബോബി ചെമ്മണ്ണൂരിൻ്റെ അഹന്തയ്ക്കേറ്റ മസ്തകത്തിലേറ്റ അടി തന്നെയായിരുന്നു പോലീസിൻ്റെ അറസ്റ്റും പിന്നാലുണ്ടായ നടപടികളും. ഒടുവിൽ കോടതി തന്നെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയായിരുന്നു. ഒടുവിൽ 6 ദിവസം കാക്കനാട് ജയിലിൽ കഴിഞ്ഞ ശേഷം, ജയിൽ തടവറയിൽ കഴിഞ്ഞ ശേഷമാണ് ബോബി ചെമ്മണ്ണൂർ ഇന്ന് പുറത്തിറങ്ങുന്നത് എന്നുള്ളത് ചരിത്രത്തിൻ്റെ, കാലത്തിൻ്റെ കാവ്യനീതിയാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ചു പറയാം.